ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്നേ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായത്തിൻ്റെ 1 തിരുവചനത്തിലൂടെ പറയുകയാണ്, മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. കർത്താവ് താക്കീത് തരികയാണ്. ഹല്ലേലൂയ. അതായത് പ്രഭാഷകൻ 7 അധ്യായത്തിൻ്റെ 8 തിരുവചനത്തിൽ കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്: പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അതായത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8 അധ്യായത്തിൻ്റെ 11 തിരുവചനത്തിൽ ഈശോ പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയോട് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധിയിൽ ജീവിക്കാൻ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന എത്തണമെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. അതായത് 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. 3 അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്: പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഹല്ലേലൂയ. അതിൻ്റെ തന്നെ 1 യോഹന്നാൻ 2 അധ്യായത്തിൻ്റെ 6 തിരുവചനത്തിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: അതായത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോ നടന്ന വഴിയിലൂടെ നടക്കാം. നല്ല വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സഭയിൽ വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. വിശുദ്ധ കുർബാനയിൽ ഈശോയെ വിശുദ്ധിയോടെ നമുക്ക് സ്വീകരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.